മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പല കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യും. ആ ചർച്ചകൾ ഏതൊക്കെ തരത്തിലാണ് പോകുന്നതെന്ന് ഇപ്പോൾ പറയാൻ പറ്റുന്നതല്ല. തീർച്ചയായിട്ടും മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പൊതുവെ ഒരു ധാരണ ഉണ്ടാക്കുന്നതാണ്. അത് ഈ ഇന്നത്തെ യോഗത്തിൽ മാത്രം എടുക്കുന്ന ഒരു തീരുമാനമായിട്ട് കാണാൻ പറ്റില്ല. കാരണം UDFനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുമായി ചർച്ച ചെയ്ത് മുതിർന്ന നേതാക്കന്മാരുമായി ഒക്കെ ചർച്ച ചെയ്തതിന് ശേഷമായിരിക്കും അത്തരം കാര്യങ്ങൾക്ക് ഒരു അന്തിമമായ തീരുമാനം ഉണ്ടാക്കുന്നത്. ഈ അടൂർ പ്രകാശ് ക്ഷമിക്കണം, ഇന്നലെ ശശി തരൂർ ഒരു ലേഖനം, ഒരു സർവേ ഫലം പങ്കുവച്ചത് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ യോഗ്യത 28% പേരുടെ പിന്തുണ എന്നുള്ള രീതിയിലൊരു ലേഖനം അദ്ദേഹം പങ്കുവച്ചു, ഒരു സർവേ ഫലം പങ്കുവച്ചു. ഇത് ഇത്തരത്തിലുള്ള ഈ മുഖ്യമന്ത്രി മോഹമാണ് കാണിക്കുന്നത്, പാർട്ടി അംഗീകരിക്കുന്നുണ്ടോ ഇത്തരത്തിലാണ്? അല്ല, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു മുതിർന്ന നേതാവാണ്, വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അത്തരം കാര്യങ്ങളൊക്കെ തീരുമാനം കൈക്കൊള്ളുന്നത് UDFO അല്ലെങ്കിൽ അങ്ങനെയുള്ള യോഗങ്ങളിലല്ല. അത് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ഉണ്ടായി കഴിയുമ്പോൾ അത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ് അതിനൊരു തീരുമാനം കണ്ടെത്താനുള്ളത്. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എന്ത് തീരുമാനിച്ചാലും അത് ഞങ്ങൾ അംഗീകരിക്കും, അത്രയേ ഉള്ളൂ. സാധാരണ തരം സർവകൾ വരാറുള്ളത് പതിവാണ്. പക്ഷേ പൊതുവെ അത്തരം ചർച്ചകളൊക്കെ നടക്കുന്നതിനിടയിൽ ഒരു മുതിർന്ന നേതാവ് അത് പങ്കുവെക്കുക എന്നുള്ളതിലൊരു സ്വാഭാവികമായിട്ട് കാണാൻ പറ്റുമോ അതിന്? അല്ല, സർവേ പല ആളുകളും നടത്തുന്നുണ്ട്, പല തരത്തിലുമുണ്ട്. അത് ചില ആളുകൾ മനഃപൂർവ്വമായി സർവേ നടത്താൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ അത്തരം ശ്രമം നടത്തിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ പുറത്ത് കൊടുക്കാൻ വേണ്ടി, പുറത്ത് പറയാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. ഇത്തരത്തിലുള്ള ഈ സന്ദർഭങ്ങളിലൊന്നും ഇതൊന്നും ആവശ്യകത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളൊക്കെ ഏതായാലും ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എന്നുള്ള നിലയിൽ അവർ പറയുന്ന കാര്യങ്ങൾ മുതിർന്ന നേതാക്കന്മാരുമായി ചർച്ച ചെയ്തതിന് ശേഷം അത്തരം കാര്യങ്ങളൊക്കെ തീരുമാനം കൈക്കൊള്ളും. സർവേ നടത്താൻ വേണ്ടി ഒരു സർവേ നടത്തിയതാണ് എന്നാണോ കാണുന്നത്? അല്ല, അത് സർവേ നടത്തി എനിക്കറിയില്ല. സർവേയെക്കുറിച്ചൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, എനിക്കറിയില്ല. ഇത് ദൃശ്യമാധ്യമത്തിൽ കൂടി കണ്ടത് മാത്രമേ എനിക്കറിയാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അത് സർവേ നടത്തിയത് ആരാണ്, എങ്ങനെയാണ്, എന്താണ് എന്നതിനെക്കുറിച്ചൊന്നും വ്യക്തമായി എനിക്കൊരു അഭിപ്രായം പറയാൻ ഇപ്പോൾ കഴിയുന്നില്ല. ഇല്ല, അങ്ങനെ പ്രത്യേക സംശയങ്ങളൊന്നുമില്ല. അതിപ്പോൾ ഇനി കണ്ടെത്തണം ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് കണ്ടെത്തേണ്ടതായിട്ട്. ഒരു ആധികാരികയും തോന്നുന്നില്ല, യാതൊരു വിധത്തിലുള്ള ആധികാരികയും ഇക്കാര്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം തോന്നുന്നില്ല. അതൊക്കെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനമെടുക്കും. കോൺഗ്രസ് പല ഘട്ടങ്ങളിലും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ നേരത്ത് ശശി തരൂർ ഇങ്ങനെ ഓരോ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു. ഒരു തവണ പ്രധാനമന്ത്രിയെ പ്രശംസിച്ച് പറഞ്ഞിരുന്നു, ഇപ്പോൾ സ്വയം മുഖ്യമന്ത്രിയാണോ എന്ന് പറയുന്നു. അങ്ങൊരു മുതിർന്ന നേതാവല്ലേ, ഇതൊരു ഭൂഷണമാണ് ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം? അല്ല, ഞാനത് പറഞ്ഞല്ലോ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു മുതിർന്ന നേതാവാണ്, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിന് മറുപടിയും മറ്റു കാര്യങ്ങളും ഒക്കെ പറയേണ്ടത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ നിന്നും അതിന് ചുമതലയുള്ള ആളുകൾ അവിടെ പറഞ്ഞു. അല്ല, ഇത് സംസ്ഥാനത്ത് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് സംസ്ഥാനത്ത് ഒരു കുഴപ്പം ഉണ്ടാകുന്നില്ല, നിങ്ങളാരും അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. ഞങ്ങൾ വളരെ തൃപ്തിയായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. സംസ്ഥാനത്ത് ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങളൊന്നും ഈ സന്ദർഭത്തിലൊന്നും ഒരു കാരണവശാലും സംസ്ഥാനത്ത് ഒരു കുഴപ്പം ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതുന്നു. ആവശ്യമായ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ഈ ആവശ്യമില്ലാത്ത സമയത്തുള്ള പ്രതികരണങ്ങളിലൊക്കെ അങ്ങ് തൃപ്തനാണോ? അല്ല, എൻ്റെ തൃപ്തി അല്ലല്ലോ ഇതിനകത്തുള്ള പ്രശ്നം. അതിനകത്ത് ഉള്ളത് മുതിർന്ന നേതാക്കന്മാർ തന്നെ സ്വയം നിയന്ത്രിക്കേണ്ട കാര്യങ്ങളാണ്. അത് നിയന്ത്രിച്ചുകൊണ്ട് കാര്യങ്ങൾ പോകണം, അതാണ് വേണ്ടത്. സ്വയം ഒരു നിയന്ത്രണം കൊണ്ടുവരണം. അല്ല, അത് തരൂർ കൊണ്ടുവരണമോ ഇല്ലയോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ടുവരണമോ ഇല്ലയോ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. മുതിർന്ന നേതാക്കന്മാരെല്ലാവരും തന്നെ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ പാർട്ടിയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. വിപുലീകരണവും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അതേക്കുറിച്ച് ഇപ്പോൾ അത് KPCC പ്രസിഡന്റുണ്ട്, പ്രസിഡന്റിനോട് ചോദിക്കുക, അദ്ദേഹമാണ് ആ കാര്യങ്ങളൊക്കെ മറുപടി പറയും. അല്ല, അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അതൊക്കെ അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞൊന്നും അറിഞ്ഞില്ലേ നിങ്ങൾ? തെരഞ്ഞെടുപ്പ് അവിടെ നടന്നത് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് അതല്ല, അത് സമ്മതിച്ചു. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ ഇതൊക്കെ ഒരു വിഷയമായി വന്നത്. അത് എല്ലാം കഴിഞ്ഞില്ലേ? അത് കഴിഞ്ഞു, ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചു. നിങ്ങളൊക്കെ നേരെ തിരിച്ച് പലപ്പോഴും പറഞ്ഞപ്പോഴും
ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും എന്ന് ഞങ്ങൾ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ആ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് അതേപടി നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ജോസ് കെ മാണിയുടെ ഒരു വരവ് എങ്ങനെയായിരിക്കും? ജോസ് കെ മാണിയെ നമ്മൾ കൊണ്ടുവരാനുള്ള ഒരു നീക്കം നടത്തുന്നുണ്ടോ? അങ്ങനെ ഉണ്ടോ? ആഗ്രഹമുണ്ടോ? അതൊക്കെ പിന്നീട് പറയാൻ പറ്റുന്ന കാര്യം, ഇപ്പോൾ പറയേണ്ട കാര്യമല്ല. ഇപ്പോൾ പറയാൻ പറ്റില്ല. ഇപ്പം അങ്ങനെ പറയാം. എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ ഇനിയും നിങ്ങൾ അതല്ല ഇനിയും നിങ്ങൾ ഇന്നത്തെ മീറ്റിങ്ങിൽ ജോസ് കെ മാണി ഞങ്ങളുടെ കൂടെ വരുന്നില്ല. അപ്പോൾ മനസ്സിലായല്ലോ. ഭാവിയിലേക്ക് വരാം. ലീഗ് കൂടുതൽ സീറ്റ് ചോദിക്കും എന്ന തരത്തിലുള്ള വാർത്തകളുണ്ട്. 4 സീറ്റ് കൂടുതൽ ചോദിക്കും. അത്തരത്തിൽ ഈ സീറ്റ് വിഭജനത്തിലേക്ക് കടക്കുമ്പോൾ അല്ല, സീറ്റ് വിഭജനം ഇപ്പോൾ ചർച്ചയില്ല. ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് പിന്നീട് മാത്രമേ ഉള്ളൂ. ആ ചർച്ചയ്ക്ക് വേണ്ടിയുള്ള യോഗമല്ല ഇന്ന് നടക്കുന്നത്. UDF യോഗം നടക്കുന്നത് കഴിഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വിലയിരുത്തൽ നടത്തുവാനും അതുപോലെ തന്നെ മറ്റ് വേറെ പല ആളുകളും ആവശ്യങ്ങൾ ഉന്നയിച്ച കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഒക്കെയാണ്. പിന്നെ ഇനിയും തുടർന്നുള്ള നാളുകളിൽ ഞങ്ങൾ എന്തൊക്കെയാണ് പരിപാടികൾ ആസൂത്രണം ചെയ്ത് പോകേണ്ടത് എന്നതിനെക്കുറിച്ചും ഒക്കെ ഇന്ന് ചർച്ചയുണ്ടാകും.